ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ വലതുകാലിനോടൊപ്പം ഇടതുകാലും ചലിച്ചു തുടങ്ങി എന്നുള്ളൊരു സത്യം കണ്ണൻ്റെ നാവിൽ നിന്ന് തന്നെ അറിയുന്ന ഉണ്ണിയും ദുർഗയും ഞെട്ടിവിറയ്ക്കുന്നു. അതുമാത്രമല്ല, മഹിക്കിപ്പോൾ കൂടെ കൂടെ തളർച്ചയും മനംപുരട്ടലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി അവളുടെ വയറ്റിൽ ചലനമുണ്ടായി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ദുർഗയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രതാപൻ മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് ഈ വിവരം പറയുന്നു. അപ്പോൾ മുത്തശ്ശിയും അത് കേട്ട് ശരിക്കും ഷോക്ക് ആവുന്നുണ്ട്. മോളിത് അറിയണ്ട, അല്ലെങ്കിൽ തന്നെ മോളാകെ തകർന്നിരിക്കുകയാണെന്നെല്ലാം മുത്തശ്ശി പറഞ്ഞ് നാവെടുക്കുന്നതും മോളെല്ലാം കേട്ടു. കാലിന് വയ്യാത്ത ഒരാളുടെ വീൽ ചെയർ തള്ളാൻ എന്ന് പറഞ്ഞിട്ടാണ് അവളെ എനിക്കൊപ്പം അച്ഛൻ ആ വീട്ടിലേക്ക് അയച്ചത്. ഇപ്പോൾ അയാളുടെ 2 പാദങ്ങൾക്കും അനക്കം വെച്ചു. ഇനി അയാൾ എഴുന്നേറ്റ് നിന്നുകൂടി തുടങ്ങിയാൽ പിന്നെ അവളെ സംബന്ധിച്ച് അതൊരു വലിയ ലോട്ടറിയാണ്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ പൊട്ടിത്തെറിക്കുമ്പോൾ 2 കാലിന് അനക്കം വെച്ചു എന്ന് കരുതി അവൻ എഴുന്നേറ്റ് നടക്കാനൊന്നും പോകുന്നില്ല മോളെ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ അമ്മയും അമ്മാവനും കൂടി മരുന്ന് മാറ്റിക്കൊടുത്തുകൊണ്ടാണ് അയാൾക്ക് പുരോഗതിയൊന്നും ഉണ്ടാകാതിരുന്നത്. പക്ഷേ തോമസ് ഡോക്ടറുടെ മരുന്ന് അയാളുടെ ശരീരത്തിലേക്ക് കൃത്യമായിട്ട് ചെല്ലുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. ആഭിചാര്യമോ പൂജയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ മുത്തശ്ശിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മേഘന എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതാപം പറയുമ്പോൾ അവനീ കാണുന്ന നീളവും തടിയൊക്കെ മാത്രമേ ഉള്ളൂ. ആ മാർക്കോയെ കണ്ടു കഴിഞ്ഞാൽ അവൻ നിന്ന് വിറയ്ക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, കണ്ണനെയും മഹാലക്ഷ്മിയെയും 2 ധ്രുവങ്ങളിലേക്ക് ആക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ പ്രതാപനോടും മുത്തശ്ശിയോടും. അവരുടെ ഈ സംസാരമെല്ലാം മോഹിനി കേൾക്കുന്നുണ്ട്. തുടർന്ന് മോള് സമാധാനമായിട്ടിരിക്കുക, മോൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഈ അച്ഛൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ശേഷം മോഹിനിയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും ചോദിക്കുന്നുണ്ട്, നിന്റെ മരുമോൻ്റെ കാൽപാദങ്ങൾ ചലിച്ചു തുടങ്ങിയ വിവരം നിനക്കറിയാമായിരുന്നു, നീ അത് ഞങ്ങളിൽ നിന്നും മറച്ചു വയ്ച്ചു അല്ലേടി എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അത് നല്ല രീതിയിൽ എടുക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് പറയാതിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി നല്ല മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് മോഹിനി മഹിയെ വിളിക്കുന്നു. എന്നിട്ട് മോള് സൂക്ഷിക്കണം, കണ്ണൻമോൻ്റെ 2 കാലുകളും അനങ്ങി തുടങ്ങിയ വിവരം ഇവിടെയുള്ളവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ 2 പേരെയും ഏത് വിധേനയും രണ്ടാക്കും എന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോൾ അമ്മ സമാധാനമായിട്ടിരിക്കുക. ഇനി എൻ്റെയും കണ്ണേട്ടൻ്റെയും ജീവിതത്തിൽ നല്ല കാലമാണ് വരാൻ പോകുന്നതെന്നാണ് സിദ്ധിയായ അമ്മ പറഞ്ഞിട്ടുള്ളത്. ആ അമ്മയെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് ദുർഗ തന്നെ മഹാലക്ഷ്മി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളൊരു തൻ്റെ സംശയവും മറ്റുള്ള ശത്രുക്കളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംശയം സത്യമാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയെയും തമ്മിൽ തെറ്റിക്കാനുള്ള നല്ലൊരു ചാൻസാണ് ശത്രുക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. മഹാലക്ഷ്മി വഴിപിഴച്ച് നടക്കുന്നവളാണെന്ന് തെളിവ് സഹിതം അവർക്ക് കണ്ണൻ്റെ മുന്നിൽ സ്ഥാപിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കണ്ണൻ തന്നെ അവളെ അവിടെ നിന്നും ആട്ടിപ്പായിക്കും എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് കേട്ടോ ശത്രുക്കൾ. അങ്ങനെ സീമന്തിനി വാമനോട് പറയുന്നുണ്ട്, നമ്മുടെ ഭാർഗവിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവരൊന്ന് നോക്കിയാൽ മതി, കാര്യം പിടികിട്ടുമെന്ന് സീമന്തിനി പറയുമ്പോൾ എന്തായാലും ദുർഗയുടെ സംശയം തെറ്റാകാൻ വഴിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇതിലും നല്ലൊരു വഴി നമ്മുടെ മുന്നിൽ ഇനി തെളിയാനില്ല സീമന്തിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമൻ. മേഘനാണെങ്കിലും ഇത്തവണയെങ്കിലും സത്യം കണ്ടെത്താൻ കഴിയും എന്നുള്ള കണക്ക് കൂട്ടലിലാണ്. പിന്നീട് ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ തോന്നിയ സംശയം സത്യമാണെങ്കിൽ കണ്ണൻ തന്നെ അവളെ ഇവിടെ നിന്നും ആട്ടിപ്പുറത്താക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന കാര്യം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? കാരണം അറിയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ, കാരണം അവൻ തന്നെയാണല്ലോ അവളെയും കൊണ്ട് തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്നിട്ടും അവൻ അവളെ ഇപ്പോഴും കൈവെള്ളയിൽ കൊണ്ടുവച്ചാണ് നടക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അതാ അമ്മ എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയെല്ലാം അമ്മയുടെ തോന്നലാണോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അതാകാൻ വഴിയില്ല, ഞാനും 2 മക്കളെ പ്രസവിച്ചതല്ലേ, ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ ഒരിക്കലും അവന് കഴിയില്ല എന്ന് അവനറിയാം, അതുകൊണ്ട് മറ്റൊരാളുടെ കുഞ്ഞിനെയെങ്കിലും ലാളിക്കാമല്ലോ എന്ന് അവൻ കരുതി കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. ഇതേ സമയം മഹി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ദുർഗയാണെങ്കിലും മഹി അടിമുടിയൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് എന്തിന് നിൻ്റെ അമ്മ ഇത്രയും പലഹാരങ്ങളായിട്ട് ഇവിടേക്ക് വന്നത്, അതുമാത്രമല്ല നിനക്ക് നല്ല ക്ഷീണവും മനം പുരട്ടലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ഞങ്ങളെയൊന്നും നീ മണ്ടന്മാരാക്കാൻ നോക്കണ്ട, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ദുർഗ തുറന്ന് ചോദിക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല, ഇതിപ്പോൾ കണ്ണേട്ടൻ്റെ മാത്രമല്ല എൻ്റെ കൂടി വീടാണ്, എനിക്കെല്ലാം എൻ്റെ കണ്ണേട്ടനെ മാത്രം ബോധിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് നല്ല മറുപടി തന്നെ മഹി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഭാർഗവിയമ്മ കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അവർ ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, ആളെ ഒന്ന് കണ്ടാൽ തന്നെ മതി,
അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മഹിം അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ മഹാലക്ഷ്മി ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുട്ടിക്ക് വയറ്റിലുണ്ട്, ലക്ഷണം കണ്ടിട്ട് 2 മാസമെങ്കിലും ആയി കാണൂ എന്ന് ഭാർഗവയമ്മ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗയും ഉണ്ണിയൊക്കെ. അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുന്നതും ദുർഗ പൊട്ടിത്തെറിച്ചുകൊണ്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, നീ ഇത്രയും കാലം എൻ്റെ മോനെ പറ്റിക്കുകയായിരുന്നു അല്ലേടി, ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്, കണ്ണൻ ഇത് തന്നെ വേണം. നമ്മൾ ഇവളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും അവൻ അത് വിശ്വസിച്ചില്ല, നമ്മളൊക്കെയായിരുന്നു അവന് ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തള്ളുകയാണ് കേട്ടോ ദുർഗ. അപ്പോൾ ഇതേ സമയം എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കനാഴയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ദുർഗ തന്നെ, എടാ ഇവള് ഗർഭിണിയാണ്, ഭാർഗവിയമ്മ പറഞ്ഞു, ഇനി ഇപ്പോഴെങ്കിലും നിനക്ക് ഇവളുടെ തനി നിറം മനസ്സിലായല്ലോ, നിന്നെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് മറ്റൊരാളുടെയും കുഞ്ഞിനെയും വയറ്റിലിട്ടാണ് ഇവൾ നടക്കുന്നത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, ഇയാൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അമ്മ പറയാതെ തന്നെ അറിയാമെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ ദുർഗയോ ഉണ്ണിയൊക്കെ. തുടർന്ന്, എടാ കണ്ണ, മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെയാണ് ഇവൾ വയറ്റിലിട്ടിരിക്കുന്നത് എന്ന് ദുർഗ വീണ്ടും മഹിയെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, അത് മറ്റൊരുത്തൻ്റെയും കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞ് തന്നെയാണ്, കമലേശ്വരത്തെ കണ്ണൻ വിശ്വനാഥൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് മഹിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹിയാണെങ്കിൽ ആകെ വല്ലാതാവുന്നുണ്ട്. കണ്ണേട്ടൻ എന്ത് ഈ ആവേശം കൊണ്ട് കാണിക്കുന്നത് എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ, തന്നെക്കുറിച്ച് അപവാദം പറയുന്നത് എനിക്ക് കേട്ടു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല മഹി. തോമസ് സാറിൻ്റെ അവിടുത്തെ ചികിത്സ കൊണ്ട് എനിക്ക് 2 കാൽപാദങ്ങളുടെയും ചലനശേഷി മാത്രമല്ല, ഇപ്പോൾ എല്ലാവരെയും പോലെ നടക്കാനും കഴിയും എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ദുർഗയും ഉണ്ണിയൊക്കെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്